ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഹോണ്ട CB200X എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ മുന്നിലാണെന്നുള്ളത്. വാഹനം ഇറങ്ങിയിട്ട് കുറച്ച് ആയിട്ടുണ്ട്. ഈ ഒരു വാഹനം നമ്മൾ ഏകദേശം ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണ്, വാഹനം എടുത്ത് 2 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ റിവ്യൂ ചെയ്യുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ ഒരു വാഹനത്തിൻ്റെ ഇത്രയും നാളത്തെ യൂസേജ്, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ്, പിന്നെ അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ മെയിൻ്റനൻസ്, ഇത്രയും കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇത്രയും ലേറ്റാക്കിയത്. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ സ്പെസിഫിക്കേഷന്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ മീറ്ററിനകത്ത് എന്തൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ മാക്സിമം മൈലേജ് കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം 33,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൊരു വാഹനമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇതിന് മുന്നേ നമ്മൾ അവനീസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വാഹനം ഇറങ്ങി കുറച്ച് ലേറ്റ് ആയിട്ടാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു വാഹനം ഇറങ്ങിയ ഉടനെ തന്നെ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ മെയിൻ്റനൻസ്, അതിൻ്റെ മൈലേജ്, അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് എത്രത്തോളം വരിക എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വാഹനത്തിൻ്റെ വീഡിയോ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആക്കിയത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വാഹനം നമുക്ക് ഒരുക്കി തന്നത് ദീപക് വേണുഗോപാൽ, നമ്മുടെ മഞ്ചേരിയുള്ള എൻ്റെ ഒരു സുഹൃത്താണ്. ആളുടെ വാഹനമാണ് നമ്മൾ മുന്നിലുള്ളത്. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് ഫോർ ദീപക് വേണുഗോപാൽ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഉള്ളതായിട്ട് നമ്മുടെ വീഡിയോയിനകത്ത് കാണാം. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ LED ലൈറ്റ് സിസ്റ്റത്തിലോട്ടാണ് നമ്മൾ ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഫുൾ ടൈം നമ്മൾ BS6 വാഹനം നമ്മൾ ഓൾറെഡി നമുക്കറിയാമല്ലോ, കീ ഓൺ ചെയ്യുമ്പോൾ തന്നെ ലൈറ്റ് കത്തുന്ന ഒരു സിസ്റ്റം തന്നെയാണ്. സെയിം ആസ് ഇതും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് വാഹനത്തിൻ്റെ വാക്ക് അറൗണ്ട് നമുക്ക് ടോട്ടലൊന്ന് ചുറ്റി എന്തൊക്കെയാണ് വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളോ എന്നുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡബിൾ സീറ്റ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ടാങ്ക് കപ്പാസിറ്റി നമുക്ക് 12 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. പിന്നെ ചാർജിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സോക്കറ്റ് പോലെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അവൻ എക്സ്ട്രാ ചെയ്തതാണ്. ഇതൊന്നും നമുക്ക് ഇതിനകത്ത് ഇൻബിൽട്ടായിട്ട് വരുന്നതല്ല. നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. 48 കിലോമീറ്ററോളം ആൾക്ക് ഇതിനകത്ത് മൈലേജ് ലഭിച്ചിട്ടുണ്ട്. കാരണം ആൾ മെഡിക്കൽ ഫീൽഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് റണ്ണിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏകദേശം 33,000ഓളം വാഹനത്തിൻ്റെ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല ഏരിയകളിലൂടെയും നമുക്ക് യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് മൈലേജ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം തന്നെയാണ്. പല സ്ഥലങ്ങളിലും കയറി ഇറങ്ങേണ്ട സിറ്റുവേഷൻസും നിർത്തിയിട്ടും സ്പീഡിലൊക്കെ പോകേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. ഏകദേശം 48 കിലോമീറ്റർ ആൾക്ക് മൈലേജ് കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിനകത്ത് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിന് നമുക്ക് ടോട്ടൽ സ്പെക്ക്, സ്റ്റാർട്ടിങ് കാര്യങ്ങൾ ജസ്റ്റ് നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ചെയിനും സ്പോക്കറ്റും ഏകദേശം 24,000 കിലോമീറ്റർ ഓടിയിട്ടാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ചെയിനും സ്പോക്കറ്റും മാറ്റിയിട്ടുള്ളത്. ഈ ചെയിനും സ്പോക്കറ്റ് എന്ന് പറഞ്ഞാൽ 24,000 കിലോമീറ്റർ കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ചെയിനും സ്പോക്കറ്റും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ. നമ്മൾ യാത്ര ചെയ്ത് പോയി വന്നു കഴിഞ്ഞാൽ നമുക്ക് വാഷ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ചെയിൻ ലൂബ്രിക്കൻ്റ് അടിക്കാനൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ മാത്രം നമുക്ക് 24,000 + 30 വരെ നമുക്ക് മാക്സിമം നമുക്ക് ചെയിൻ്റെ ലൈഫ് കിട്ടുള്ളൂ. അപ്പോൾ അത്രയും കിലോമീറ്റർ നമുക്ക് ഈ ഒരു ചെയിൻ സ്പോക്കറ്റിൻ്റെ ലൈഫ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിലെ ഡിസ്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് 276 mm ആണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലെ ഡിസ്കിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഫ്രണ്ട് നമുക്ക് ABS ബ്രേക്കാണ്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു റിഫ്ലക്ടർ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഇൻബിൽട്ടായിട്ട് വരുന്ന ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഗോൾഡൻ കളർ ഇതിനകത്ത് ഇൻബിൽട്ടായിട്ട് തന്നെ വരുന്നതാണ്. അതാണ്ട് നമുക്ക് ഇവിടെ ABS എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു സ്റ്റിക്കർ കാര്യങ്ങൾ കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് നമുക്ക് എക്സ്ട്രാ വെച്ചിട്ടുള്ളത് നമുക്ക് ഈ ഒരു ലൈറ്റ് എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു ഭാഗത്താണ് നമ്മളെ ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ വരുന്നത്. എന്ന് വെച്ചാൽ ഹാൻഡ് ഗാർഡ് തന്നെയാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ കമ്പനി കൊടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു പൊസിഷൻ വരാറ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ടൊരു ഗാർഡ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 4,500 നമ്മൾ ഈ ഒരു ഗാർഡിന് റേറ്റ് വന്നിട്ടുണ്ട്. ഇത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതല്ല, എക്സ്ട്രാ പുറത്തുനിന്ന് ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് 200X എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റിക്കർ കാര്യങ്ങൾ കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും CB200X എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു നേരത്തെ കട്ട് സീറ്റാണ് എന്നുള്ളത്. അതിപ്പോൾ ഇതിന് സീറ്റ് കവർ എക്സ്ട്രാ ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു നമ്മുടെ ബാക്ക് ലൈറ്റ് കണ്ടോ, നമുക്ക് X എന്ന ആകൃതിയിൽ അവരത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. CB200Xൻ്റെ X. പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് ചെറിയൊരു ഇൻഡിക്കേറ്ററാണ്. പക്ഷേ കാണാൻ നല്ല മോഡൽ വൈസ് നല്ല ലുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ സാരി ഗാർഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അത്യാവശ്യം സ്പേസി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സാരി ഗാർഡാണ്. നമുക്ക് ഈ ഒരു വാഹനത്തിന് നമുക്ക് ഒരു നെഗറ്റീവ് എന്ന് വേണമെങ്കിലൊക്കെ പറയാം. നമുക്ക് ഈ ഒരു വാഹനത്തിനൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മൾ ഈ ഒരു ഫൂട്ട് റെസ്റ്റ് അല്പം സൈസ് കുറഞ്ഞിട്ടുള്ള ഫൂട്ട് റെസ്റ്റാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ലേഡീസൊക്കെ കയറുന്ന സമയത്ത് അവർക്കൊന്ന് ഫൂട്ടൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് ജസ്റ്റ് ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നോർമലി ഒരു ഫാമിലി വെഹിക്കിൾ എന്ന് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ റൈഡിങ്ങിൽ നമുക്കൊരു ടൂറർ വെഹിക്കിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ടൂറിങ് സെഗ്മെൻറ്റിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഫൂട്ട് റെസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പൊസിഷനിൽ വരുന്നത്.
പിന്നെ അതുപോലെ തന്നെ നമുക്കിതിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വാഹനത്തിൻ്റെ മീറ്റർ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മീറ്ററിനകത്ത് എന്തൊക്കെയാണ് കമ്പനി ആഡ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈ ഒരു മീറ്ററിൽ നമുക്ക് ഇതിൻ്റെ സ്പീഡ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇൻഡിക്കേറ്റർ, പിന്നെ അതുപോലെ സൈഡ് സ്റ്റാൻഡ് തട്ടം മറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ലൈറ്റ് കത്തും. അത് നമ്മളിപ്പോൾ ഓൾറെഡി സൈഡ് സ്റ്റാൻഡിലാണ് വണ്ടി നിൽക്കുന്നത്, അതുകൊണ്ടാണ് നമുക്ക് ഈ ലൈറ്റ് കത്തിയിട്ട് ഈ ഒരു ലോഗോ ഇവിടെ കാണുന്നത്. പിന്നെ ഡിമാൻഡ് ബ്രേക്ക്, ABS, ന്യൂട്രൽ, പിന്നെ നമ്മുടെ ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ ഒരു ലൈറ്റ് കാര്യങ്ങൾ ഇവിടെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ന്യൂട്രൽ, അതിന് എത്രത്തോളം ഏതൊക്കെ ഗിയറിലാണ് കിടക്കുന്നത് എന്നുള്ളത് നമ്മുടെ ഈ ഒരു പൊസിഷനിൽ കാണിക്കും. പിന്നെ പെട്രോളിൻ്റെ ഇൻഡിക്കേഷന് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുക. പിന്നെ അതുപോലെ തന്നെ കിലോമീറ്റർ, നമ്മുടെ ടൈം, നമ്മളിപ്പോൾ സ്റ്റീലുള്ള ടൈം കാര്യങ്ങൾ ഇതിനകത്ത് കാണിക്കും. പിന്നെ സ്പീഡോമീറ്റർ, ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മീറ്ററിനകത്ത് അവർ സിമ്പിളായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പിന്നെ നമുക്കിതിൻ്റെ സ്വിച്ചസിലോട്ട് പോകാം. സ്വിച്ചസ് നമുക്ക് ഇവിടെയാണ് നമുക്കിതിൻ്റെ ഡിമാൻഡ് ബ്രേക്ക് വരുന്നത്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇൻഡിക്കേറ്റർ, ഹോണ്, പിന്നെ അതുപോലെ തന്നെ കീൻ്റെ ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്താണ് ഇതിന് കീൻ്റെ ഏരിയ വരുന്നത്. സാധാരണ വാഹനങ്ങൾ നമ്മൾ ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ കീൻ്റെ ഏരിയ കണ്ടിട്ടുള്ളത്, അതൊന്ന് മാറ്റിയിട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത് 12 ലിറ്ററാണ്. ടാങ്ക് കപ്പാസിറ്റി വരുന്നത് പെട്രോളാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ ആൾ എക്സ്ട്രാ ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിലും ഒരു സ്വിച്ച് ആൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഇവിടെ ലൈറ്റ് കണ്ടില്ലേ, ഈ ഒരു ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്വിച്ചസ് കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമുക്ക് യെല്ലോ ആൻഡ് വൈറ്റ് കളറിലാണ് ആ ലൈറ്റിൻ്റെ ആ ഒരു സ്വിച്ച് കാര്യങ്ങളാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് നൈറ്റിലൊക്കെ പോകുമ്പോൾ നല്ല വിഷനും പിന്നെ അതുപോലെ തന്നെ നല്ല രസമായിരിക്കും കാണാൻ. ഫ്രണ്ട് സൈഡിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ABS കാര്യങ്ങൾ അവൈലബിൾ അല്ല. നമുക്ക് ഈ ഒരു വാഹനത്തിന് ചെയിൻ കവർ ഇടാത്തതിൻ്റെ കാരണം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ CC കൂടിയ വാഹനങ്ങൾക്ക്, അധിക വാഹനങ്ങൾക്ക് നമുക്ക് ചെയിൻ കവർ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, സ്പീഡിൽ പോകുന്ന സമയത്ത് ക്രാക്ക് ആവാനും വണ്ടി മറിയാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇതിന് പിന്നെ നമ്മുടെ ഇതിൻ്റെ ചെയിൻ കവർ കാര്യങ്ങളൊന്നും കമ്പനി ഇതിനകത്ത് കൊടുക്കാത്തത്. പിന്നെ ബാക്ക് സൈഡിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ABS ഇല്ല, കാരണം ഇതൊരു സിംഗിൾ ചാനൽ ABS വെഹിക്കിളാണ്. പിന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ടയറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 140/70 mm സൈസാണ് ഇതിൻ്റെ ബാക്ക് ടയർ വരുന്നത്. മാക്സിൻ്റെ ടയറാണ് ഇപ്പോൾ പ്രസൻ്റ്ലി ആൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ടോട്ടൽ ബോഡി ലുക്ക് ആൻഡ് ബോഡി ലാംഗ്വേജ് എന്നൊക്കെ പറയാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ടോട്ടൽ ലുക്ക് വരുന്നത്. ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് മോണോ സസ്പെൻഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റൈഡർക്ക് നല്ല കംഫർട്ടബിളായിട്ട് രീതിയിൽ തന്നെ വാഹനം ഓടിക്കാനായിട്ട് സാധിക്കുന്നു. എനിക്കിതിനകത്ത് നെഗറ്റീവായിട്ട് തോന്നിയത് നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള ബാക്കിലെ പിന്നെ പില്ലിയൻ റൈഡർക്ക് അത്ര കംഫർട്ടല്ല. എനിക്കത് യാത്ര ചെയ്തപ്പോൾ എനിക്കത് ജസ്റ്റ് ഫീൽ ചെയ്തു, കാരണം ബാക്കിൽ അത്രയും കൂടി സസ്പെൻഷൻ കിട്ടുന്നില്ല. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്പർ പ്ലേറ്റ് മുകളിലായിട്ട് ഒരു റിഫ്ലക്ടർ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോർമലി നമുക്കൊരു ബാക്കിൽ പോളയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉയർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ ബൈക്ക് വല്ലാതെ അങ്ങോട്ട് ബാക്കിൽ ചെളി കാര്യങ്ങളൊന്നും തെറിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വാഹനത്തിൻ്റെ സൈലൻസർ കാര്യങ്ങളൊക്കെയാണ്. സൈലൻസർ കല്ലടിക്കാതിരിക്കാതെ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു കവറിങ് ജസ്റ്റ് കമ്പനി കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള സൈലൻസർ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ അതൊക്കെ കാണാൻ നല്ല രസമുണ്ട് കാണാനൊക്കെ. പിന്നെ ഒരു വാഹനം ഒരു ഫ്യൂൽ ഇഞ്ചക്ടർ വാഹനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം മൈലേജ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് നമ്മുടെ പുതിയ BS6 വാഹനങ്ങളിലൊക്കെ ഉള്ള പോലെ സേഫ്റ്റി ഫീച്ചറായിട്ടുള്ള സൈഡ്സ് ആൻഡ് സെൻസർ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് സ്റ്റാൻഡ് തട്ടിയാലേ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് അവന് കാലിലോ ഷൂവിലോ ഒക്കെ അവന് ക്രാക്ക് ആവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് ഒരു റിങ് പോലെ കൊടുത്തിട്ടുണ്ട്, പ്രോ ടാപ്പറിൻ്റെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു എൻജിൻ ഗാർഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, കല്ലടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള. ജസ്റ്റ് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു അഡ്വഞ്ചർ ടൂറർ എന്നൊക്കെ വേണമെന്നെങ്കിൽ നമുക്കൊരു വാഹനത്തിൽ പറയാം. രണ്ട് ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ ടോട്ടൽ സ്വിച്ചസ് കാര്യങ്ങൾ, പിന്നെ ഇതിൻ്റെ ടോട്ടൽ ഡിസൈന് കാര്യങ്ങളൊക്കെ കമ്പനി ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹോണ്ട CB 200Xൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം.